ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരുന്ന ആഴ്ച OTT റിലീസിനെത്തുന്ന സിനിമകളും മറ്റ് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. അമൽ നീരദിന്റെ സംവിധാനത്തിൽ വരുന്ന ബാച്ചലർ പാർട്ടി ഡീലക്സ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. ടോവിനോ തോമസ്, നസ്രീൻ, കുഞ്ചാക്കോ ബോബൻ, ഷറാഫുദ്ദീൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന ഈ ചിത്രം വരുന്ന ഒക്ടോബർ 15-ാം തീയതിയാണ് തിയേറ്റർ റിലീസിനായി വരുന്നത്. അടുത്തതായി അനുപമ പരമേശ്വരൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ലോക്ക്ഡൌൺ എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ തമിഴ്, തെലുങ്കു, ഹിന്ദി ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. മലയാളത്തിൽ നിന്നും ബിബിൻ ജോർജ്, ഷൈൻ ടോം ചാക്കോ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ശുക്രൻ എന്ന ചിത്രം വരുന്ന മാർച്ച് 13-ാം തീയതി സൺ നെക്സ്റ്റ് എന്ന OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഡൈസറെ ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവന്റെ അടുത്ത ചിത്രം വരുന്നു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ പൃഥ്വിരാജും മഞ്ജു വാര്യരുമായിരിക്കും പ്രധാന വേഷങ്ങളിൽ വരുന്നതെന്നാണ് അറിയാനായി സാധിക്കുന്നത്. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിനായി കാത്തിരിക്കാം. അടുത്തതായി ഹിന്ദിയിൽ നിന്നും അക്ഷയ് കുമാർ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഭൂത് ബംഗ്ല എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം വരുന്ന ഏപ്രിൽ 10-ാം തീയതി തിയേറ്റർ റിലീസിനായി എത്തുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. ഗണപതി, അൽ-അമീൻ, സാഗർ സൂര്യ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പ്രകമ്പനം ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു. ചിത്രം റിലീസിനെത്തി 40 ദിവസം കൊണ്ട് 15 കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിരിക്കുന്നത്. അടുത്തതായി നിഖില വിമൽ, ഹക്കീം ഷാ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച പെണ്ണുകേസ് എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചു. വീണ്ടും മലയാളത്തിൽ നിന്നും രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറോട്ടം എന്ന ചിത്രം വരുന്ന മാർച്ച് മാസം 13-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. അടുത്തതായി തെലുങ്കിൽ നിന്നും ഫങ്കി എന്ന ചിത്രം വരുന്ന മാർച്ച് 13-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നു. ഇതേ ദിവസം തെലുങ്കിൽ നിന്നും കപ്പിൾ ഫ്രണ്ട്ലി എന്ന ചിത്രം ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതായി മലയാളത്തിൽ നിന്നും കാസർഗോഡ് എംബസി എന്ന ചിത്രം വരുന്ന മാർച്ച് മാസം 20-ാം തീയതി C5-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റുകൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.